ഹമാസും ഈജിപ്തുമായി ഭിന്നത വർദ്ധിക്കുന്നതായി റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഗാസ സമാധാന ചർച്ചകളിലെ പ്രധാന പങ്കാളിയാണ് ഈജിപ്റ്റ്. ഹമാസിനെ നിരായുധീകരിക്കാനുള്ള നിർദ്ദേശങ്ങളെ ഈജിപ്റ്റ് പിന്തുണച്ചതാണ് ഹമാസിനെ പ്രകോപിപ്പിച്ചത്. ഇതോടെ വെടിനിർത്തൽ ചർച്ചകൾ പ്രതിസന്ധിയിലായെന്നും ഈജിപ്തിലെയും പലസ്തീനിലെയും അധികൃതരെ ഉദ്ധരിച്ച് മിഡിൽ ഈസ്റ്റ് ഐ റിപ്പോർട്ട് ചെയ്തു. ഹമാസ് ആയുധങ്ങൾ വെച്ച് കീഴടങ്ങണമെന്നും ഗാസയിൽ നിന്ന് പോരാളികളെ പിൻവലിക്കണമെന്നും ഈജിപ്റ്റ് ആവശ്യപ്പെട്ടിരുന്നു. ഇതിനെ തുടർന്നാണ് ഭിന്നത ഉടലെടുത്തത്. ഹമാസ് ഈ നിലപാട് തള്ളുകയും ചെയ്തു. നിരായുധീകരണത്തിനുള്ള നീക്കം അമേരിക്കയിൽ നിന്നും പ്രധാന അറബ് രാജ്യങ്ങളിൽ നിന്നുമുള്ള സമ്മർദ്ദത്തെ തുടർന്നാണെന്ന ആരോപണമാണ് ഉയർന്നത്. ജൂലൈ 29 സൗദി അറേബ്യ, ഖത്തർ, തുർക്കി, അറബ് ലീഗ് എന്നിവയുമായി ചേർന്ന് ഈജിപ്റ്റ് ദ്വിരാഷ്ട്ര പരിഹാരത്തിനുള്ള ന്യൂയോർക്ക് പ്രഖ്യാപനത്തെ അംഗീകരിച്ചു. ഗാസയുടെ നിയന്ത്രണം ഉപേക്ഷിച്ച് പലസ്തീൻ അതോറിറ്റിക്ക് ആയുധങ്ങൾ കൈമാറാൻ ഹമാസിനോട് ആവശ്യപ്പെടുന്നതാണ് ന്യൂയോർക്ക് പ്രഖ്യാപനം. നിരായുധീകരണത്തെ വെടിനിർത്തൽ ചർച്ചകളുമായി ബന്ധിപ്പിക്കുന്നതിന് ഈജിപ്റ്റ് തുടക്കത്തിൽ എതിർത്തിരുന്നു. എന്നാൽ പിന്നീട് ഈജിപ്റ്റ് നിലപാട് മാറ്റി. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ നിന്നും സൗദി അറേബ്യയിൽ നിന്നുമുള്ള നിരന്തരമായ സമ്മർദ്ദത്തെ തുടർന്നായിരുന്നു ഈജിപ്തിൻ്റെ ഈ നിലപാട് മാറ്റം. തുടർന്നാണ് കീഴടങ്ങലെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നിർദ്ദേശത്തോട് ഈജിപ്റ്റ് അനുകൂല നിലപാട് സ്വീകരിക്കാൻ തുടങ്ങിയത്. നേരത്തെ പലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കുന്നതിന് മുമ്പ് ഹമാസ് നിരായുധീകരിക്കണമെന്ന് ആവശ്യപ്പെടുന്ന എല്ലാ നിർദ്ദേശങ്ങളും ഈജിപ്റ്റ് തള്ളിയിരുന്നു. മാസങ്ങൾ നീണ്ട സൈനിക നടപടികളിലൂടെ ഇസ്രായേലിന് നേടാൻ കഴിയാത്തത് മധ്യസ്ഥരിലൂടെ നേടിയെടുക്കാൻ ആവശ്യപ്പെടുന്നത് യുക്തിരഹിതമായിരുന്നു എന്നാണ് ഈജിപ്തിൻ്റെ മുൻ നിലപാട്. ഇതിൽ നിന്നാണ് ഈജിപ്റ്റ് ഇപ്പോൾ പിന്നോട്ട് പോയിരിക്കുന്നത്. ഗാസയിലെ വഷളാകുന്ന മാനുഷിക പ്രതിസന്ധിയും നയതന്ത്ര ചാനലുകളുടെ തകർച്ചയും നയം മാറ്റത്തിന് കാരണമായതായി ഈജിപ്തിലെ 2 നയതന്ത്ര വൃത്തങ്ങൾ പറഞ്ഞതായി മിഡിൽ ഈസ്റ്റ് ഐ റിപ്പോർട്ട് ചെയ്തു. ഗാസയിലെ ജനങ്ങളെ വടക്കൻ സിനായിയിലേക്ക് ബലമായി മാറ്റിപ്പാർപ്പിക്കാനുള്ള ഇസ്രായേലിൻ്റെ ശ്രമങ്ങളിൽ ഈജിപ്തിന് ആശങ്കയുണ്ട്. 1,00,000-ലധികം കുടിയിറക്കപ്പെട്ട ആളുകളെ പാർപ്പിക്കുന്നതിനായി ഈജിപ്തിൻ്റെ അതിർത്തിക്കടുത്തുള്ള റാഫ പ്രദേശത്ത് ഒരു വലിയ ക്യാമ്പ് നിർമ്മിക്കുന്നതിനെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളിൽ ഈജിപ്റ്റ് ആശങ്ക രേഖപ്പെടുത്തിയിരുന്നു. പലരും ഇതിനെ ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പ് എന്നാണ് വിശേഷിപ്പിച്ചത്. വലിയ പ്രതിസന്ധിയിലൂടെയാണ് ഗാസ കടന്നുപോകുന്നത്. ഈ സാഹചര്യത്തിൽ ഈജിപ്തും ഹമാസും തമ്മിലുള്ള ഭിന്നത കാര്യങ്ങൾ കൂടുതൽ വഷളാക്കുമെന്ന് വിലയിരുത്തലുണ്ട്. അതിനിടയിൽ ഇറാനുമായും ഈജിപ്റ്റ് അകലുകയാണോ? ഇറാനും അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയും തമ്മിലുള്ള ചർച്ചകൾക്ക് ഈജിപ്റ്റ് മധ്യസ്ഥത വഹിക്കുന്നുണ്ടെന്ന റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഈ റിപ്പോർട്ട് തെറ്റാണെന്നാണ് ഇറാൻ മാധ്യമം തെഹ്റാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ ആണവ നിരീക്ഷണ ഏജൻസിയുമായി ഇറാൻ എപ്പോഴും നേരിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും ആ ആശയവിനിമയം സുഗമമാക്കുന്നതിന് മൂന്നാം കക്ഷിയുടെ ആവശ്യമില്ലെന്നും അധികൃതരെ ഉദ്ധരിച്ച് തെഹ്റാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്തു. ഇറാൻ്റെ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബെഗായ് തിങ്കളാഴ്ച ഒരു പത്രസമ്മേളനത്തിൽ തെഹ്റാനും IAEAയും തമ്മിൽ മധ്യസ്ഥത ആവശ്യമില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരം റിപ്പോർട്ടുകൾ നേരത്തെ നിഷേധിച്ചിരുന്നു. ഏജൻസിയുടെ ഒരു ഡെപ്യൂട്ടി ഇറാനിൽ ഉദ്യോഗസ്ഥരുമായി ചർച്ചകൾ നടത്തുന്നതിനിടെയാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങൾ തമ്മിൽ ഭിന്നത രൂക്ഷമാകുന്നുവെന്ന സൂചനയാണ് ഈ റിപ്പോർട്ടുകൾ നൽകുന്നത്.